നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇഡി അന്വേഷണം സ്വാഗതാർഹമാണെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. ബി.ജെ.പി. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ യു.ഡി.എഫ് നേടിയ വിജയം യു.ഡി.എഫിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനം മൂലമാണെന്ന് എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി. അഭിപ്രായപ്പെട്ടു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെ.സി. വേണുഗോപാൽ. മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായിട്ടാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഗാന്ധിയുടെ പേര് നൽകിയതെന്ന് ഗാന്ധിയൻ ദർശനപതി ചെയർമാൻ ബേബി പാറക്കാടൻ പറഞ്ഞു. ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു ബേബി പാറക്കാടൻ. സമൂഹത്തിലെ നിരാലംബരായ ആളുകൾക്ക് കൈത്താങ്ങ് തീർക്കുവാൻ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് സീനിയർ സിവിൽ ജഡ്ജും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി. വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇഡി അന്വേഷണം സ്വാഗതാർഹമാണെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് അഭിപ്രായപ്പെട്ടു. ബി.ജെ.പി. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എം.ടി. രമേശ്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാനുള്ള ഇഡിയുടെ തീരുമാനത്തെ ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുന്നതായി ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് പറഞ്ഞു. ബി.ജെ.പി. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാനുള്ള ഇഡിയുടെ തീരുമാനത്തെ ഭാരതീയ ജനതാ പാർട്ടി കേരള ഘടകം സ്വാഗതം ചെയ്യുകയാണ്. അന്വേഷണ സാധ്യത നേരത്തെ തന്നെ ഇഡി മുമ്പോട്ട് വെച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇഡി അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടാണ് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു കാരണവശാലും ഇഡി അന്വേഷണം ഉണ്ടാവരുത് എന്ന ആഗ്രഹത്തോടുകൂടി വലിയ വാശിയിലാണ് അന്വേഷണം വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചത്. കോടതിയിൽ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും വാദിച്ചതും ഇഡി അന്വേഷണം ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷെ സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും വാദമുഖങ്ങളെ തള്ളിക്കൊണ്ടാണ് ഇഡി അന്വേഷണമാവാമെന്ന് കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ശബരിമല കൊള്ളയുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരാൻ ഇഡി അന്വേഷണം കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ബി.ജെ.പി. വിശ്വസിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അന്വേഷണ സാധ്യത നേരത്തെ തന്നെ ഇഡി മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ഇഡി അന്വേഷണം ആവശ്യമില്ലെന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും സ്വീകരിച്ചത്. മാത്രമല്ല, സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഒരു കാരണവശാലും ഇഡി അന്വേഷണം ഉണ്ടാകരുതെന്ന വാശിയിലാണ് സംസ്ഥാന സർക്കാരെന്നും കോടതിയിലടക്കം സംസ്ഥാന സർക്കാർ വാദിച്ചതും ഇഡി അന്വേഷണം ആവശ്യമില്ല എന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും വാദമുഖങ്ങളെ തള്ളിക്കൊണ്ടാണ് സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഇഡി അന്വേഷണം ആകാമെന്ന് കോടതി അഭിപ്രായപ്പെട്ടത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങൾ പുറത്തുവരാൻ ഇഡി അന്വേഷണം കൊണ്ട് സാധിക്കുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നതെന്നും എം.ടി. രമേശ് കൂട്ടിച്ചേർത്തു. കേരളത്തിൽ യു.ഡി.എഫ് നേടിയ വിജയം യു.ഡി.എഫിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനം മൂലമാണെന്ന് എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി. പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു.ഡി.എഫ് നേടിയ മികച്ച വിജയം യു.ഡി.എഫിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനം മൂലമാണെന്ന് എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി. അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ യു.ഡി.എഫ് നേടിയ വിജയം യു.ഡി.എഫിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനം, അതിൽ കോൺഗ്രസിൻ്റെതായ പങ്കുണ്ട്, ലീഗിൻ്റെതായ പങ്കുണ്ട്, കേരള കോൺഗ്രസിന് പങ്കുണ്ട്, ആർ.എസ്.പിയുടെ പങ്കുണ്ട്, CMPയും JSSയും എല്ലാ കക്ഷികൾക്കും അതിലെ പങ്കുണ്ട്. അത് കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ വിജയമാണ്. മാത്രമല്ല, സർക്കാർ വിരുദ്ധമായിട്ടുള്ള ചിന്ത ജനങ്ങളിൽ എത്രമാത്രം രൂഢമൂലമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണം കൂടിയാണ്. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന സമീപനത്തോടിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യു.ഡി.എഫിന്റെ വിജയത്തിൽ കോൺഗ്രസിന്റേതായ പങ്കുണ്ട്, ലീഗിന്റേതായ പങ്കും, കേരള കോൺഗ്രസിനും ആർ.എസ്.പിക്കും അവരുടേതായ പങ്കും. അത്തരത്തിൽ എല്ലാ ഘടകകക്ഷികളും ഒത്തൊരുമിച്ച് കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് മികച്ച വിജയം കൈവരിക്കുക. മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായിട്ടാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് മഹാത്മാഗാന്ധിയുടെ പേര് നൽകിയതെന്ന് ഗാന്ധിയൻ ദർശനപതി ചെയർമാൻ ബേബി പാറക്കാടൻ പറഞ്ഞു. ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് സർക്കാർ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് രൂപം നൽകിയും അതിന് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പേര് നൽകിയതും
മഹാത്മാഗാന്ധിയോടുള്ള അങ്ങേയറ്റത്തെ ആദരവ് രേഖപ്പെടുത്താനാണെന്ന് ഗാന്ധിയൻ ദർശനവേദി ചെയർമാൻ ബേബി പാറക്കാടൻ പറഞ്ഞു. ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു ബേബി പാറക്കാടൻ. കോൺഗ്രസ് ഗവൺമെന്റ് ഇങ്ങനെയൊരു പദ്ധതിക്ക് രൂപം കൊടുത്തതിന്റെ കാരണം തന്നെ മഹാത്മാഗാന്ധിയോടുള്ള അങ്ങേയറ്റം ആദരവ് രേഖപ്പെടുത്താൻ വേണ്ടിയാണ്. ഇപ്പോൾ ആ പേര് മാറ്റിക്കൊണ്ട് തൊഴിൽ ഉറപ്പ് പദ്ധതിയുടെ കഠിന തന്നെ മാറ്റിക്കൊണ്ട് നടപ്പിലാക്കാനുള്ള നിയമനിർമ്മാണം പാർലമെന്റിൽ പാസാക്കിയിരിക്കുകയാണ്. ലോകം മുഴുവനും മഹാത്മാഗാന്ധിയുടെ പേരിൽ പ്രതിമകൾ സ്ഥാപിക്കുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നു. ലോകം മുഴുവനും ആദരിക്കുന്ന നിലയിലേക്ക് മഹാത്മാഗാന്ധിയുടെ പേര് ഒന്നിനൊന്നിന് ആളുകൾ അത് സ്വീകരിച്ച് മുന്നോട്ട് വരുമ്പോൾ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവിനെ ഇല്ലാതാക്കാനുള്ള ആ നാമം മറച്ചു വെക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും രാജ്യസ്നേഹികളുമായ ജനങ്ങൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തും. നിലവിൽ രാജ്യം ഭരിക്കുന്ന BJP സർക്കാർ പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് മാത്രമല്ല മറിച്ച് പദ്ധതിയുടെ ഘടനയെ തന്നെ മാറ്റുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നും ഇത് രാഷ്ട്രപിതാവിനോടുള്ള അനാദരവാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോകം മുഴുവനും മഹാത്മാഗാന്ധിയുടെ പേരിൽ പ്രതിമകൾ സ്ഥാപിക്കുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നു. അത്തരത്തിൽ ലോകം മുഴുവനും ആദരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന കാലഘട്ടത്തിൽ സ്വന്തം രാജ്യത്ത് രാഷ്ട്രപിതാവിന്റെ നാമം മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും ഇതിനെതിരായ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരണമെന്നും ബേബി പാറക്കാടൻ കൂട്ടിച്ചേർത്തു. സമൂഹത്തിലെ നിരാലംബരായ ആളുകൾക്ക് കൈത്താങ്ങ് തീർക്കുവാൻ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തീർത്തും മാതൃകാപരമെന്ന് സീനിയർ സിവിൽ ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി പറഞ്ഞു. ശ്രീമതി ഹസീന നൗഷാദിനെ ക്ഷണിക്കുന്നു. സമൂഹത്തിലെ നിരാലംബരായ ആളുകൾക്ക് കൈത്താങ്ങ് തീർക്കുവാൻ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തീർത്തും മാതൃകാപരമെന്ന് സീനിയർ സിവിൽ ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി അഭിപ്രായപ്പെട്ടു. അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി ആലപ്പുഴ, കോട്ടയം മന്ന ചാരിറ്റബിൾ ട്രസ്റ്റുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി നൽകുന്ന തയ്യൽ മെഷീൻ, നിർധനർക്കുള്ള ധനസഹായം, സൗജന്യ ഭക്ഷ്യകിറ്റ് എന്നിവയുടെ വിതരണ ചടങ്ങിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ആലപ്പുഴ ജില്ലയിലെ വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘമായി മാറിയിരിക്കുകയാണ് അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയത് വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ട കുറെ 3 സ്ത്രീകളുടെ 3 പെൺകുട്ടികളുടെ വിവാഹം വളരെ ഭംഗിയായ രീതിയിൽ ഈ സ്ത്രീകളുടെ അല്ലെങ്കിൽ വനിതകളുടെ കൂട്ടായ്മയായിട്ടുള്ള അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നടത്താൻ കഴിയും എന്നുള്ളതാണ്. അത് അവർക്ക് വേണ്ട നെയ്യാഭരണങ്ങള്, അവർക്ക് വേണ്ട സാരി, മറ്റ് ആഭരണങ്ങള് എല്ലാം ഉൾപ്പെടെ വളരെ ഗംഭീരമായി സമൂഹത്തിൽ താഴെത്തട്ടിലുള്ള ജനങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ നന്മയുള്ള മനസ്സുകൾക്ക് മാത്രമേ സാധിക്കൂ. അത്തരത്തിൽ യാതൊരു പ്രതിഫലേച്ഛയും ഇല്ലാതെ പേര് പോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ അപൂർവങ്ങളായ പ്രവർത്തനങ്ങളാണ് അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്നതെന്നും പ്രമോദ് മുരളി കൂട്ടിച്ചേർത്തു. അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരിയും മന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റുമായ ഡോക്ടർ മരിയ ഉമ്മൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ഹസീന നൌഷാദ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. നിൻപ USA പ്രസിഡന്റ് ശോഷമ്മ ആൻഡ്രൂസ് തയ്യൽ മെഷീനും അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരികളായ കമാലം മാക്കിയിൽ ഭക്ഷ്യക്കിറ്റ് വിതരണവും SM സന്തോഷ് ധനസഹായ വിതരണവും നടത്തി. അപൂർവ PRO ലിസ നാസർ, ട്രഷറർ പുഷ്പലത പ്രസാദ് എന്നിവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായി ക്രൈസ്തവ സമൂഹം ലോകമെമ്പാടും വിവിധ കർമ്മ പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴയിൽ ദേവാലയങ്ങളുടെ സഹകരണത്തോടെ മഹാറാലി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ലോകരക്ഷകനായി പിറന്ന ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ ജൂബിലി വർഷമായി 2025 വർഷം ക്രൈസ്തവ സഭ ആചരിക്കുന്നു.
ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിൽ ഈ വർഷം നടപ്പിലാക്കി വരുന്നതും ജൂബിലി സമാപനാഘോഷത്തിന്റെ ഭാഗമായി ക്രൈസ്തവ സഭകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ പള്ളികളുടെ സഹകരണത്തോടെ മഹാറാലി ഈ മാസം 21 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടത്തുമെന്നും ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പൂന്തോപ്പ് സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ നിന്ന് ആരംഭിച്ച് ആലപ്പുഴ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ആലപ്പുഴ രൂപത മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ ജെയിംസ് ആനാപറമ്പിൽ പിതാവ് നിർവഹിക്കും. ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നത് ആലപ്പുഴ SP ആണ്. ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറയുന്നത് 2025 ക്രിസ്മസ് പപ്പാമാർ ഇതിൽ വിവിധ ഇടവകകളിൽ നിന്ന് അണിനിരക്കും. 10,000 ഈ മീറ്റിംഗിൽ. പൂന്തോപ്പ് സെയിന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ നിന്ന് ആരംഭിച്ച് ആലപ്പുഴ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ മഹാറാലി അവസാനിക്കും. ആലപ്പുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ മഹാറാലിയെ തുടർന്ന് നടക്കുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. റാലിയുടെ ഫ്ളാഗ് ഓഫ് ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ നിർവഹിക്കും. റാലിയിൽ ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ 2025 വർഷം സൂചിപ്പിക്കുവാൻ വിവിധ പള്ളികളിൽ നിന്നായി 2025 ക്രിസ്തുമസ് പാപ്പമാർ അണിചേരും. വർണ്ണശബളമായ വിവിധ ഫ്ലോട്ടുകൾ, നിശ്ചല ദൃശ്യങ്ങൾ, വിവിധ ഇടവകയിൽ നിന്നുള്ള 10,000-കണക്കിന് വിശ്വാസികൾ എന്നിവയും റാലിയിൽ അണിനിരക്കും. ചങ്ങനാശ്ശേരി അതിരൂപതാ മെത്രാപ്പോലിത്ത മാർ തോമസ് തറയിൽ ക്രിസ്തുമസ് സന്ദേശം നൽകും. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ആലപ്പുഴ രൂപതാ വികാരി ജനറൽ ഫാദർ ജോയി പുത്തൻവീട്ടിൽ, ചങ്ങനാശ്ശേരി അതിരൂപത പ്രോട്ടോ സിഞ്ചജൂസ് ഫാദർ ആന്റണി ഏത്തക്കാട്, കത്തീഡ്രൽ വികാരി ഫാദർ ഫ്രാൻസിസ് കൊടിയനാട്, പഴമങ്ങാടി ഫെറോന വികാരി ഫാദർ മാത്യു നാടാമുഖത്ത് എന്നിവർ സംസാരിക്കും. കോർഡിനേറ്റർമാരായ ഫാദർ ജോബിൻ തൈപ്പറമ്പിൽ, ഫാദർ ബിജു മണവത്ത്, ഫാദർ ജോസഫ് ഡൊമിനിക് വട്ടത്ത്, റോയി P വേലിക്കെട്ടിൽ, സെബാസ്റ്റ്യൻ വർഗീസ്, മാർട്ടിൻ മനക്കുശ്ശേരി എന്നിവർ ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ED അന്വേഷണം സ്വാഗതാർഹമാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. BJP ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ UDF നേടിയ വിജയം UDFന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനം മൂലമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അഭിപ്രായപ്പെട്ടു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായിട്ടാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഗാന്ധിയുടെ പേര് നൽകിയതെന്ന് ഗാന്ധിയൻ ദർശനപതി ചെയർമാൻ ബേബി പാറക്കാടൻ പറഞ്ഞു. ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു ബേബി പാറക്കാടൻ. സമൂഹത്തിലെ നിരാലംബരായ ആളുകൾക്ക് കൈത്താങ്ങ് തീർക്കുവാൻ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് സീനിയർ സിവിൽ ജഡ്ജും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.